രാജലക്ഷ്മിയുടെ നോവൽ ഉച്ചവെയിലും ഇളംനിലാവും. കഥ തുടരുന്നു. ചേച്ചി വന്ന് കാണുമെന്ന് വിചാരിച്ചില്ല. എന്നാൽ ഒക്കെ നേരെ വെച്ചിട്ട് പോയേനെ. വിമല ഒന്നും മിണ്ടിയില്ല, ചിരിച്ചു. മേശപ്പുറം ഒരുമാതിരി ഒതുക്കി. അവൾ അഴയുടെ നേർക്ക് തിരിഞ്ഞു. വേണ്ട ചേച്ചി, സാരി ഞാൻ മടക്കിയിട്ടോളാം. രതി മടക്കിക്കോളൂ, ഞാനും കൂടാം. എല്ലാം തീർന്നപ്പോൾ വിമല ചോദിച്ചു, മിനി എവിടെ? മുറിയിലേക്ക് പോയിട്ടുണ്ടോ? ഉവ്വ്, തലവേദനയാണ്. വല്യേച്ചിക്ക് കാറിൽ കയറിയാൽ മതിയല്ലോ, പെട്രോളിൻ്റെ നാറ്റം കേട്ടാൽ അപ്പോൾ തുടങ്ങും. സുഖക്കേടുകാരിക്ക് എങ്ങനെയിരിക്കുന്നു എന്ന് പോയി അന്വേഷിച്ച് അവൾ താഴത്ത് അടുക്കളയിലേക്ക് ചെന്നു. ദേവു നിന്ന് കാപ്പി കൂട്ടുന്നു. ഈ വീട്ടിലെ കാപ്പികൂട്ടൽ. ഒന്നും മിണ്ടാനില്ലാതെ അവൾ നോക്കി നിന്നു. ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ ചേച്ചിയുടെ ചിലപ്പോൾ മാറും. പക്ഷേ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. പഞ്ചസാര ഇട്ടിളക്കുന്നതിനിടയിൽ ദേവു പറഞ്ഞു, ഞാൻ ചെന്നപ്പോൾ ആരും ഒന്നിനും വിളിച്ചേക്കല്ലേ എന്ന് പ്രത്യേകം പറഞ്ഞു. വിമലയുടെ കപ്പും ട്രേയിൽ വയ്ക്കാം. അങ്ങോട്ട് പോകാം, അവിടെ ഇരുന്ന് കുടിക്കാം. ഞാൻ കുടിച്ചതാണ്, 2 വട്ടം കഴിഞ്ഞു. അതിനെന്താണ്? കാപ്പിയല്ലേ, ഞങ്ങളെല്ലാവരും കുടിച്ചതാണ്. രാജൻ ചേട്ടന് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. രാജൻ ചേട്ടൻ വന്നിട്ടുണ്ടോ? ഉവ്വ്. വിമല ഒന്നും പറഞ്ഞില്ല. ഇന്ന് ആകപ്പാടെ നല്ല ദിവസമല്ല, ദേവു തുടർന്നു. ചേട്ടനും വല്ലാതിരിക്കുന്നു. ഞാൻ കണ്ടിട്ട് സുഖക്കേട് വല്ലതുമാണോ എന്ന് കൂടി വിചാരിച്ചു. ഞങ്ങൾ വെളുപ്പിനെ പോയതല്ലേ, തന്നെ ഇരുന്ന് വയ്യാണ്ടായതായിരിക്കും. ഞാൻ പോകുന്നില്ലാന്ന് കുറേ പറഞ്ഞു. അപ്പോൾ മിനിയുടെ ഒരു പിടുത്തം. നമുക്ക് വല്ല ആവശ്യവും വരുമ്പോൾ അവർ ഇങ്ങോട്ടും വരേണ്ടതല്ലേ എന്നാണ്. ചേട്ടനും പറഞ്ഞു പോകണമെന്ന്. രാജൻ കല്യാണത്തിന് വന്നിരുന്നതാണോ? അതെ, കാറ് വരുന്നുണ്ടല്ലോ. അപ്പോൾ കൂടെ ഇങ്ങോട്ട് പോന്നു. ചേട്ടൻ വല്ലാതെ ഇരിക്കുന്നത് കണ്ടിട്ടാണ് രാജൻ ചേട്ടൻ ഇന്ന് പോകുന്നില്ലെന്ന് നിശ്ചയിച്ചത്. ഇന്ന് നടന്നതറിഞ്ഞാൽ ഈ പാവം ദേവു പോലും ഒരു പുലി പോലെ മേൽ ചാടി വീഴും. ഈ ചേട്ടൻ എന്ന് പറയുന്ന ആളിന് അപ്പുറം യാതൊന്നുമില്ല ഇവർക്ക്. ദേവു ട്രേ പൊക്കിയെടുത്തു. വിമല വരൂ. ദേവു പോയിക്കോളൂ. ഞാൻ മിനിക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കട്ടെ. എന്നാൽ ഞാൻ കാപ്പി മുകളിലേക്ക് തരാം. വേണ്ട ദേവു, എനിക്കിപ്പോൾ കാപ്പി വേണ്ട. ദേവു പിന്നെ ഒന്നും പറഞ്ഞില്ല. വിമല രണ്ടാമതും മുകളിലേക്ക് കയറി. മിനിയുടെ മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ചെന്ന് അസഹ്യപ്പെടുത്തുന്നത് ഇഷ്ടമായിരിക്കില്ല. അവൾ വാതിൽക്കൽ ഒരു കസേര വലിച്ചിട്ട് ഒരാഴ്ച പതിപ്പുമായിരുന്നു. ഒന്നും വായിച്ചില്ല. മെഡിക്കൽ കോളേജിൽ 5 വർഷം കഴിച്ചവൾക്ക് റൊമാൻസ് പുത്തരിയല്ല. എന്നാൽ ഇതുപോലെ അവിടെ 5 വർഷം താമസിച്ചതിനിടയ്ക്ക് ചുരുങ്ങിയത് 5 ആളുടെയെങ്കിലും കൂടെ പേര് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പതിവാണത്. 2 മാസം എല്ലാവരും കൂടി പറഞ്ഞുകൊണ്ട് നടന്നാൽ ഒന്നും അറിയാത്തവനും ഭയങ്കര പ്രേമത്തിലാവും. വിമലയും ചേർന്നിട്ടുള്ളതാണ് ഈ കളിയിൽ പലപ്പോഴും. കീറി മുറിച്ച ശവങ്ങളുടെയും രോഗത്തിൻ്റെയും മരുന്നിൻ്റെയും ഇടയ്ക്ക് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും രസം കൂടിയേ കഴിയുള്ളൂ. പക്ഷേ അവിടുത്തെ പ്രേമകഥകൾ മിക്കവരും തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. 1-2 എണ്ണം കാര്യമായി അവസാനിക്കാറില്ല എന്നല്ല, പൊതുവെ അതൊരു വിനോദം മാത്രമാണ്. ഇന്ന് അയാളോട് എന്തിനാ അങ്ങനെയൊക്കെ സംസാരിച്ചു? അനാവശ്യമായി പോയി. എന്തൊരു സുഖക്കേടായിരുന്നു. നേരം നല്ല പോലെ ഇരുട്ടി. ഇങ്ങനെ ഇവിടെ ഇരുട്ടത്തിരിക്കുന്നത് മോശമാണ്. അവൾ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നു. ദേവു ആണോ അത്? മിനി വിളിച്ചു ചോദിച്ചു. ഉറങ്ങിയിട്ടില്ല പാവം. എന്താ വേണ്ടേ മിനി? ആ മേശപ്പുറത്ത് ബാം ഇരിക്കുന്നുണ്ടാവും, ഒന്നിങ്ങോട്ടെടുത്തോളൂ. ലൈറ്റ് ഇട്ടോളൂ വിമലെ. അവൾ ഇരുട്ടത്ത് തപ്പുന്നത് കണ്ട് മിനി പറഞ്ഞു. വേണ്ട, കിട്ടി. വിമല പുരട്ടിക്കൊടുക്കാമെന്ന് വെച്ച് കുപ്പി തുറന്നപ്പോഴേക്കും മിനി കൈനീട്ടി. അവൾ കിടക്കമേൽ മിനിയുടെ അടുത്തായിരുന്നു. ഈ കുടുംബവുമായി ഇത്ര വളരെ അടുക്കാൻ പോയതെന്തിന്? വാതിൽ ഒരിക്കൽ കൂടി തുറന്നു ദേവു. ചേച്ചി എങ്ങനെ ഇരിക്കുന്നു? കുറഞ്ഞില്ല, എന്നോടൊന്നും മിണ്ടല്ലേ ദേവു. വിമലെ, ദേവു പതുക്കെ വിളിച്ചു. ഓ, വിമല എഴുന്നേറ്റു. 2 പേരും പുറത്തേക്ക് കടന്ന് വാതിലടച്ചു. ഉണ്ണാൻ വരൂ വിമലെ. ആളെടുത്തിരുന്നത് കൊണ്ടൊന്നും കാര്യമില്ല. നാളെ കാലത്തേക്കേ മാറുള്ളൂ എനിക്കിത്. ആണുങ്ങളുടെ ഊണ് കഴിഞ്ഞിരുന്നു. അവർ 3 പേരും കൂടി ഇരുന്നു. ആകപ്പാടെ ഒരു മ്ലാനത. രതി കൂടി മിണ്ടുന്നില്ല. ഊണ് കഴിഞ്ഞ് സാധാരണ പോലെ വർത്തമാനം പറയാനൊന്നും നിൽക്കാതെ എല്ലാവരും കിടക്കാൻ പോയി. രതി കിടക്ക എടുത്തുകൊണ്ട് പോയി മിനിയുടെ മുറിയിൽ നിലത്തിട്ട് കിടന്നു. രാത്രി വല്ല ആവശ്യവും വന്നാൽ ഉണരാൻ.
ദേവുവിന് കുറേ ദിവസമായി സുഖമില്ലാതെ ഇരിക്കുകയാണ്. ഉറക്കമൊഴിച്ചുകൂടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. മിനിയുടെ തൊട്ടടുത്ത മുറിയിൽ വിമല കിടന്നു. നല്ല നിലാവുള്ള രാത്രി. പുറത്തേക്കുള്ള ജനാലയിൽ കൂടി നിലാവ് മുഖത്ത് തന്നെയാണ് വന്നടിക്കുക. അവൾ കുറേ നേരം കണ്ണടച്ചു കിടന്നു. ആ ഭ്രാന്ത് പിടിപ്പിക്കുന്ന വെളിച്ചം എന്നാലും കാണാം. അവൾ എഴുന്നേറ്റ് ജനാല അടച്ചു. അപ്പോൾ ഭയങ്കര ഉഷ്ണം. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുരുണ്ടു. താഴത്തെ ക്ലോക്ക് 12 അടിക്കുന്നതും കേട്ടു. പിന്നെ ഒന്ന് മയങ്ങി. ആരോ ദേഹത്ത് തൊട്ടു എന്ന തോന്നലോടെ അവൾ ഞെട്ടി ഉണർന്നു. രതി അടുത്തു നിൽക്കുന്നു. മുറി മുഴുവൻ വെളിച്ചമാണ്. എന്തു പറ്റി? അവൾ എഴുന്നേറ്റിരുന്നു. വിമല ചേച്ചി, ഒന്നെൻ്റെ കൂടെ താഴത്തേക്ക് വരാമോ? വല്യേച്ചിക്ക് തലവേദന കൂടുതലാണ്. താഴത്ത് ചേട്ടൻ്റെ മുറിയിൽ കോഡോപൈരിൻ ഇരിപ്പുണ്ട്. എടുത്തുകൊണ്ട് വരണം. എനിക്ക് തന്നെ പോകാൻ പേടിയാണ്. ഒന്ന് വരാമോ? കൊച്ചേച്ചിയെ ഉണർത്തണ്ടാന്ന് വെച്ചിട്ടാണ്. വിമല സാരി പിടിച്ച് നേരെയാക്കിയിട്ട് എഴുന്നേറ്റു. അവർ ശബ്ദമുണ്ടാക്കാതെ കോണിയിറങ്ങി. തളത്തിൽ നല്ല ഇരുട്ടാണ്. നിലാവിൻ്റെ വെളിച്ചവുമില്ല. പുറത്തേക്ക് ജനലുകളേയില്ല. അങ്ങേയറ്റത്താണ് ലൈറ്റിൻ്റെ സ്വിച്ച്. രതി കൈ മുറുകെ പിടിച്ചുകൊണ്ട് കൂടെ ഉണ്ട്. ഇരുട്ടിനെ പേടിയാണ് അവൾക്ക്. വിമല കുറേ നേരം തപ്പി സ്വിച്ച് കണ്ടുപിടിച്ചു. രതി ചേട്ടൻ്റെ വാതിൽക്കലേക്ക് പോയി. അവൾ മാറി നിന്നു. 2-3 പ്രാവശ്യം തള്ളി നോക്കി രതി പറഞ്ഞു, ചേച്ചി തുറക്കുന്നില്ലല്ലോ, ഇതെന്താ? ഒന്ന് നോക്കൂ. അവളും ചെന്ന് തള്ളി നോക്കി. തുറക്കുന്നില്ല. അകത്ത് നിന്ന് കുറ്റിയിട്ടിട്ടുണ്ട്. ചേട്ടനെ വിളിക്കൂ. അത് പതിവില്ലല്ലോ ചേച്ചി. വാതിൽ ഒരിക്കലും കുറ്റിയിടാറില്ല. രാത്രി വല്ലതും വേണ്ടി വന്നെങ്കിലോ എന്ന് വെച്ച് രതി വിളിച്ചു. 2-3 പ്രാവശ്യം അനക്കമില്ല. അച്ഛനുമൊക്കെ ഇപ്പോൾ ഉണരും ചേച്ചി. വെറുതെ പരിഭ്രമിക്കും. നമുക്ക് അപ്പുറത്തെ ജനാലയ്ക്കൽ പോയി വിളിക്കാം. അപ്പോൾ കേൾക്കും. ഒറ്റ വിളിക്ക് എണീക്കുന്നതാണ് ചേട്ടൻ. ഇന്ന് എന്തു പറ്റിയോ? വിമല വാതിൽ പതുക്കെ വലിച്ച് തുറക്കുന്നതിനിടയ്ക്ക് രതി പറഞ്ഞു, ടുട്ടുവിനെ പൂട്ടിയിട്ടുണ്ട്. സമാധാനം, അല്ലെങ്കിൽ കുറച്ച് ശരിയാക്കിയേനെ. അവർ ഇറയത്തേക്കിറങ്ങി. അവിടെ ലൈറ്റിൻ്റെ ആവശ്യമില്ല. നല്ല നിലാവുണ്ട്. ജനലും കുറ്റിയിട്ടുണ്ട്. രതി പറഞ്ഞു. വിമലയുടെ ഉള്ളിൽ കൂടി പെട്ടെന്ന് ഒരു തണുപ്പ് പാഞ്ഞു. അവൾ ഉണർന്നു. ഉറക്കപ്പിച്ചെല്ലാം പോയി. ചേട്ടൻ്റെ മുറിയുടെ ജനൽ തന്നെയാണോ അത്? നോക്കൂ. അതെ, അവിടെ രാജൻ ചേട്ടനാണ്. അങ്ങേയറ്റത്തിൽ ആരും കിടക്കുന്നില്ല. നടുവിലാണ് ചേട്ടൻ്റെ മുറി. ദേ, ചായ്പിൻ്റെ ജനൽ തുറന്നു കിടക്കുന്നുണ്ടല്ലോ. വരൂ, അകത്തേക്ക് തന്നെ പോകാം. രതി ഒന്നും മിണ്ടിയില്ല. വാതിൽ അടച്ചേക്കൂ. വിമല മുൻപേ നടന്നു. പിന്നിൽ വാതിൽ അടയുന്ന ശബ്ദം കേട്ടു. അവൾ തളത്തിലെ മേശപ്പുറത്ത് കിടന്ന സാധനങ്ങൾ ഓരോന്നായി പെറുക്കി താഴെ വെച്ചു. എന്തിനാണെന്ന് ചോദിക്കാതെ രതിയും കൂടി. 2 പേരും കൂടി മേശ പിടിച്ച് വാതിലിനടുത്ത് കൊണ്ടുവന്നിട്ടു. രതി മേശപ്പുറത്ത് കയറാൻ തുടങ്ങിയപ്പോൾ വിമല പറഞ്ഞു, വേണ്ട, ഞാൻ കയറാം. നല്ല ഇരുട്ടാണ് അകത്ത്. വെന്റിലേറ്ററിൽ കൂടി വീണ വെളിച്ചത്തിൽ എന്തോ കണ്ട് നിലത്ത് എന്ന് തോന്നി. രതി, ടോർച്ചുണ്ടോ? ഒന്നും കാണാൻ വയ്യ. ഈ മേശയുടെ അകത്ത് കാണണം. ഓ, വലിപ്പ് പുറത്തായി. മേശ തിരിച്ചിട്ടാലേ തുറക്കാൻ പറ്റുള്ളൂ. ഉപദ്രവം. അവൾ ഇറങ്ങി മേശ പിടിച്ച് തിരിച്ചിട്ട് വലിപ്പ് തുറന്നു. ഒരു ചെറിയ ടോർച്ചുണ്ട്. വലത് ചേട്ടൻ്റെ അകത്താണ്. രതി പറഞ്ഞു. വിമല 2ാമതും കയറി അകത്തേക്ക് ടോർച്ചടിച്ചു. ഭഗവാനെ, ആ വെളുത്ത സാധനം! പരിഭ്രമിക്കരുത്, അവൾ യാതൊരു പതർച്ചയുമില്ലാത്ത ശബ്ദത്തിൽ പറഞ്ഞു. രതി, വാക്കിംഗ് സ്റ്റിക്കോ വടിയോ ബലത്തിൽ വല്ലതുമുണ്ടോ അവിടെ? നോക്കട്ടെ. രതി പോയി മൂലയിൽ നിന്ന് അവളുടെ അച്ഛൻ്റെ വെള്ളി കെട്ടിയ ചൂരൽ കൊണ്ടുവന്നു. എന്തിനാണ് ചേച്ചി? എന്താണ്? ഒന്നുമില്ല രതി. ദേവുവിനെ രാജനുണ്ടല്ലോ ഇവിടെയില്ലേ? രാജനെയും വിളിക്കൂ. ഒരു കൈയിൽ ടോർച്ച് പിടിച്ച് മറ്റേ കൈ കൊണ്ട് വടി അകത്തേക്ക് കടത്തി അവൾ പറഞ്ഞു. രതി അനുസരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചില്ല. തഴുത് നീക്കിയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളുവെങ്കിൽ വിഷമമില്ല. താഴത്തെ കുറ്റി കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ. അവൾ ശക്തിയിൽ പിടിച്ചു തട്ടി. ഓടാമ്പലിന് ബലമില്ല. നീങ്ങുന്നുണ്ട്. ദൈവമേ! മുഴുവനും മാറി. അവൾ ഉറക്കെ തള്ളി. വാതിൽ തുറന്നു. മേശപ്പുറത്ത് തൊട്ടുപുറകിൽ രതി നിൽക്കുന്നുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത്. കയ്യിലുണ്ടായിരുന്നത് മേശപ്പുറത്ത് വെച്ച് അവൾ അകത്തേക്ക് ചാടി. പിന്നാലെ രതിയും. എന്തോ ചവിട്ടി കാൽ വഴുതി എന്ന് തോന്നി. തപ്പി ആദ്യം കൈവച്ചത് സ്വിച്ചിന്മേലാണ്. പിന്നിൽ രതി അയ്യോ എന്നുറക്കെ ഒരു വിളി വിളിച്ചു. നിന്ന നിൽപ്പിൽ മറിഞ്ഞു വീഴുന്ന ശബ്ദവും കേട്ടു. ചേട്ടൻ്റെ രക്തത്തിലാണ് കാൽ വഴുതിയത്. അവൾ നിലത്തു മുട്ടുകുത്തി. എവിടെയാണ് മുറിവ്? കാൽ പിടിച്ചു നിവർത്തി. അല്ല, കാലിലല്ല. രക്തം പുരണ്ടത് മാത്രമാണ് അവിടെ.
കൈ, ഇടത്തെ കൈ. ആ, അവിടെയാണ് ഇടത്തെ കൈത്തണ്ടമേൽ. രക്തം ഒഴുകുകയാണ്. അവൾ കൈകൊണ്ട് തുടച്ചു. ഇല്ല, നിൽക്കുന്നില്ല. ഇവിടെ തന്നെ. അവൾ എഴുന്നേറ്റു. ചായ്പിലുള്ള വാതിൽ തുറന്നു കിടക്കുകയാണ്. അഴയിൽ തോർത്തുണ്ട്. അതെടുത്ത് തിരിച്ചു വന്ന് കുമ്പിട്ട് കൈ വരിഞ്ഞു മുറുക്കി തുടങ്ങി. നിൽക്കുന്നില്ല. ദൈവമേ, എന്താണ്? എന്തു പറ്റി? പിന്നിൽ നിന്ന് ഒരു പുരുഷ ശബ്ദവും കേട്ടു. ആവൂ, രാജൻ വന്നു. ചോര നിൽക്കുന്നില്ല. എന്തെങ്കിലും ഒരു മരക്കഷ്ണം തരൂ. കെട്ടിയിട്ട് ബലം മതിയാവുന്നില്ല. രാജൻ മേശപ്പുറത്ത് നിന്ന് വണ്ണം കുറഞ്ഞ ഒരു റൂളർ എടുത്ത് നീട്ടി. അവൾ വടിവെച്ച് വരിഞ്ഞു മുറുക്കി. രക്തം നിന്നു. അപ്പോഴാണ് അവൾ മുഖം ശ്രദ്ധിച്ചത്. കടലാസിൻ്റെ നിറം. രാജൻ! അവൾ ഉറക്കെ വിളിച്ചു. രാജൻ ചായ്പിൽ നിന്ന് വെള്ളവുമായി വരുന്നു. ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. 1 മിനിറ്റ് താമസിച്ചാൽ പിന്നെ കിട്ടില്ല. അയാൾ പുറത്തേക്കോടി. എല്ലാവരും എത്തി. രതിയുടെ അച്ഛൻ വാതിൽക്കൽ നിൽക്കുന്നു. മിനിയും ദേവുവും അടുത്തുണ്ട്. ഒന്ന് പിടിക്കണം. പുറത്തേക്ക് കൊണ്ടുവരാൻ വിമല പറഞ്ഞു. രതിയുടെ അച്ഛൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് വന്നു. കിടക്ക താഴേക്ക് എടുക്കൂ ദേവു. അവൾ തുടർന്നു. ദേവു കിടക്ക എടുത്ത് താഴേക്കിട്ടു. അച്ഛനും വിമലയും കൂടെ പിടിച്ച് അതിലേക്ക് കിടത്തി. ആ അറ്റം പിടിച്ചോളൂ. അവർ രണ്ടുപേരും കൂടി കിടക്കയുടെ രണ്ടറ്റവും പിടിച്ച് പൂമുഖത്തേക്ക് കൊണ്ടുവന്നു. ദേവു, വേറെ ഒരു മുണ്ട്. മിനി ആ വാതിൽക്കലിൽ പ്രേതം പോലെ നിൽക്കുകയാണ് അനങ്ങാതെ. ദേവു മുണ്ടും പുതപ്പും കൊണ്ടുവന്നു. അപ്പോഴേക്കും കാർ എത്തി. ദൈവാധീനം! എന്ത് വേഗം വന്നു! അച്ഛനും രാജനും കൂടെ പിടിച്ച് കാറിനകത്തേക്ക് കിടത്തി. അവൾ താഴെ കൽക്കലായിരുന്നു. തല താങ്ങിക്കൊണ്ട് രാജനും. അച്ഛൻ മുൻപിൽ. ദേവു കയറാൻ തുടങ്ങി. ദേവു വരികയോ? പിന്നെ ആ കുട്ടി? മിനിയും വീഴാറായിട്ടുണ്ട്. ദേവു മാറി നിന്നു. വണ്ടി പറന്നു. വിമല ചേട്ടൻ്റെ വലത്തെ കൈത്തണ്ട വിരലുകൾക്കിടയിലാക്കി ഇരുന്നു. ഉണ്ട്. മിടിപ്പ് നിന്നിട്ടില്ല. വേഗം എത്തിയില്ലെങ്കിൽ കിഴക്കേ ഗേറ്റ് തുറന്നു കാണും. അതിലെ വിട്ടാൽ മതി. വേഗം. ഒരു വിധം എത്തി നിന്നു. അവൾ പുറത്തേക്കിറങ്ങി. തിയേറ്ററിലേക്ക് കൊണ്ടുവരൂ. ഞാൻ വല്ലവരും ഉണ്ടോ എന്ന് നോക്കട്ടെ. അവൾ ഓടി അകത്തേക്ക് കയറി. ഡോക്ടർ ഭാസ്കരനാണ് ഡ്യൂട്ടി. അയാൾ സ്വല്പം ഭേദമാണ്. മുറിയിൽ ലൈറ്റ് കത്തുന്നുണ്ട്. ആവൂ, സമാധാനം. അവൾ ചെന്ന് തട്ടി. ആരാണ്? ഞാനാണ് ഡോക്ടർ വിമല. ഡോക്ടർ വിമല? വേഗം ഒന്ന് വരൂ. അയാൾ ഉടനെ വാതിൽ തുറന്നു. അവൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നു. തിയേറ്ററിന് മുൻപിൽ രാജനും അച്ഛനും ചേട്ടനെ നിലത്ത് കിടത്തി കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഒരു നഴ്സും എത്തിയിട്ടുണ്ട്. കൊണ്ടുവരൂ, ഡോക്ടർ ഭാസ്കരൻ പറഞ്ഞു. അയാൾ കുറച്ചുകൂടി പരിചയമുള്ള ആളാണ്. പിന്നെ കാര്യങ്ങൾ മുറയ്ക്ക് നടന്നു. ഡോക്ടർ ചേട്ടൻ്റെ രക്തമെടുത്ത് അതും കൊണ്ട് ലബോറട്ടറിയിലേക്ക് പോയി. വേറൊരു നഴ്സ് കൂടി എത്തി. രണ്ടുപേരും ചേർന്ന് ചേട്ടനെ മേശപ്പുറത്ത് കയറ്റിക്കിടത്തുന്നിടത്ത് സഹായിച്ചുകൊണ്ട് വിമല നിന്നു. സ്റ്റാൻഡും ക്ലാമ്പും എടുത്തോളൂ. ശരിക്ക് കിടത്തി മാറിയപ്പോൾ അവൾ പറഞ്ഞു. അതും തയ്യാറായി. ഡോക്ടർ ഭാസ്കരനെ കാണുന്നില്ലല്ലോ. അവൾ ലബോറട്ടറിയിലേക്ക് ചെന്നു. ഡോക്ടർ ടെസ്റ്റിംഗ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നു. അതൊരു ദൈവാധീനമായി ഇന്ന് ഡ്യൂട്ടി ഈ ഡോക്ടർക്കായത്. ബ്ലഡ് ബാങ്കിൽ പ്രത്യേക ട്രെയിനിങ് കഴിഞ്ഞ് ഈയിടെ വന്ന ആളാണ് അദ്ദേഹം. ആരുടെയാണ് കൊടുക്കുക? ആ കൂടെ വന്ന ആൾക്ക് രക്തം തരാൻ കാണും. പക്ഷേ ഇനി ടെസ്റ്റ് ചെയ്ത് ആ ഗ്രൂപ്പിന് ചേർന്നില്ലെങ്കിലോ? എടുത്തുകൊണ്ട് പോകുന്നതുമില്ല. തിയേറ്ററിലേക്ക് നടന്നുകൊണ്ടയാൾ പറഞ്ഞു. ഇനിയും സമയം വെറുതെ. ബാങ്കിൽ നിന്ന് എടുത്തുകൂടെ ഡോക്ടർ? അതാണ് ഞാനും വിചാരിച്ചത്. എമർജൻസിക്ക്. ഇത് എമർജൻസി അല്ലേ ഡോക്ടർ? ഡോക്ടർക്കാണല്ലോ ബാങ്കിൻ്റെ ചാർജ്. ശരിയാണ്. സമയം തെറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഡോക്ടർ അകത്ത് ചെന്ന് നമ്പർ നോക്കി രക്തത്തിൻ്റെ കുപ്പി എടുത്തുകൊണ്ട് വന്നു. ഐസിൽ നിന്നെടുത്തുകൊണ്ട് വന്ന കുപ്പിയുടെ പുറത്ത് വിയർപ്പ് പോലത്തെ നനവ് പൊടിഞ്ഞു. സ്റ്റാൻഡിൽ പൊക്കി കമഴ്ത്തി പിടിപ്പിച്ചു. അടപ്പിൽ സിറിഞ്ച് കുത്തിക്കയറ്റി ട്യൂബും ഘടിപ്പിച്ചു. ചേട്ടൻ്റെ വലത്തെ കൈത്തണ്ടിൽ നാടി നോക്കി സൂചി കയറ്റി. രക്തം കുപ്പിയിൽ നിന്ന് പതുക്കെ ഒഴിഞ്ഞു തുടങ്ങി. കടും ചുവപ്പോ നീലയോ എന്ന് സംശയം തോന്നുന്ന നിറം. രക്തം പകുതിയിലധികം ഒഴിഞ്ഞു. ഡോക്ടറുടെ ശ്രദ്ധ മറ്റേ കൈയിലേക്കായി. വായ തുറന്നതുപോലത്തെ തുടുത്ത മുറിവ് അയാൾ സ്പിരിറ്റ് കൊണ്ട് കഴുകി തുന്നിക്കുത്തി. നല്ലവണ്ണം വെച്ചു കെട്ടി. വിമല കച്ചുമുണ്ടും വടിയുമൊക്കെ ഉപയോഗിച്ച് കെട്ടിയിരുന്ന കെട്ട് അഴിച്ചു. അവൾ വിശേഷിച്ചൊന്നും ചെയ്യാതെ ദൂരെ മാറി നിന്നു. ചേട്ടൻ്റെ മുഖത്ത് നിമിഷം പ്രതി നിറം കൂടിക്കൂടി വരികയാണ്. കടലാസ് പോലത്തെ വിളർപ്പ് പോയി. തുടുത്തു വരുന്നു. ഡോക്ടർ പൾസ് പിടിച്ചു നോക്കി. രക്തത്തിൻ്റെ കുപ്പി ഒഴിഞ്ഞു. അയാൾ കയ്യിൽ കുത്തിക്കയറ്റിയിരുന്ന സൂചി ഊരിയെടുത്തു. സിറിഞ്ചും ട്യൂബുകളും മാറ്റി. വേറെ എന്തോ ഒരു ഇഞ്ചക്ഷനും കൊടുത്തു. മതി. അയാൾ വിമലയുടെ നേരെ തിരിഞ്ഞ് വാർഡിലേക്ക് കൊണ്ടുപോകാമിനി. സ്ട്രെച്ചർ വന്നു. ഉരുട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ പിന്നാലെ അവരും പോന്നു. രാജനും രതിയുടെ അച്ഛനും വാതിൽക്കൽ നിൽപ്പുണ്ട്. കുറച്ചു മാറി ഡ്രൈവറും. ശരിയായി. ഇനി പേടിക്കാനൊന്നുമില്ല.
അവൾ ഇത്രമാത്രം പറഞ്ഞു. ജനറൽ വാർഡിൽ ഒരു മൂലയിൽ കട്ടിൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ആരെങ്കിലും ഒരാൾ അവിടെ അടുത്തിരിക്കുന്നതാണ് നല്ലത്. ഭാസ്കരൻ ഡോക്ടർ പറഞ്ഞു. ഞാനിരിക്കാം, രാജൻ ഏറ്റു. എന്നാൽ പോവുകയല്ലേ ഡോക്ടർ? ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഡോക്ടർ വിമലയുടെ നേരെ തിരിഞ്ഞു. ഞാൻ ലോഡ്ജിലേക്ക് പോയിക്കോട്ടെ? സംസാരിച്ചപ്പോൾ അവൾക്ക് തന്നെ തോന്നി ഒച്ച വല്ലാതിരിക്കുന്നു എന്ന്. ഡോക്ടർ മുറിയിൽ കാണില്ലേ? ഇവർക്ക് വല്ല ആവശ്യവും വന്നാൽ വിളിക്കാൻ. പിന്നെ 6 മണി വരെ നമുക്ക് പാറാവല്ലേ? അയാൾ ചിരിച്ചു. എന്തെങ്കിലും കുഴപ്പം തോന്നിയാൽ വിളിച്ചോളൂ കേട്ടോ. അയാൾ രാജനോടായി തുടർന്നു. ഈ വരാന്ത അവസാനിക്കുന്ന മുറിയാണ്. അവിടെ ഉണ്ടാവും ഞാൻ. പിന്നെ ഇവിടെ നേഴ്സും കാണും. വിമലയെ നോക്കി ഒന്ന് ചിരിച്ച് അയാൾ പോയി. അമ്മാമ്മൻ അങ്ങോട്ട് ചെല്ലൂ. 4-5 മിനിറ്റ് കഴിഞ്ഞ് രാജൻ പറഞ്ഞു. കുട്ടികൾ തന്നെയല്ലേ ഉള്ളൂ, ഞാൻ നോക്കിക്കോളാം ഇവിടെ. ഞാൻ പോയാൽ വല്ല ആവശ്യം വന്നാൽ? അദ്ദേഹം വിമലയോടായിട്ടാണ് ചോദിച്ചത്. ഇല്ല, ഇനി അപകടമൊന്നുമില്ല, അവൾ പറഞ്ഞു. ചെന്ന് രതി എഴുന്നേറ്റോ എന്ന് നോക്കുകയാണ് വേണ്ടത്. അതെ, പേടിക്കാനൊന്നുമില്ല എന്ന് അവരോട് പറയണം. പോകുന്ന വഴിക്ക് വിമലയെ ഹോസ്റ്റലിലാക്കുകയും ചെയ്യാമല്ലോ, രാജൻ പറഞ്ഞു. ശരി, പോകാം. ഒന്നുറങ്ങാൻ നോക്കൂ, അവൾ പോരുമ്പോൾ രാജൻ പതുക്കെ പറഞ്ഞു. ഇതുവരെ ഉണ്ടായിരുന്ന ധൈര്യമെല്ലാം പോയി. കാലെടുത്ത് വെച്ച് നടക്കണമെങ്കിലുള്ള ശക്തി മുഴുവൻ പ്രയോഗിക്കണം. ഒരുവിധം കാറിൻ്റെ അടുത്തെത്തി. ഡ്രൈവറും കയറിയിരുന്നു. ഹോസ്റ്റലിൽ ഇറങ്ങണ്ടേ? ഗേറ്റ് കടന്നു കഴിഞ്ഞ് അയാൾ ചോദിച്ചു. വേണം. രതിയുടെ അച്ഛൻ അവളുടെ നേരെ തിരിഞ്ഞു. ഇതിലെയല്ലേ പോകേണ്ടത് വിമലേ? അതെ, ആ കാണുന്നത് തന്നെ. ഇത്രയും പറയാൻ തന്നെ പ്രയാസം. കാറ് പടിക്കൽ നിന്ന് കുറേ നേരം ഹോൺ അടിച്ചപ്പോൾ വാച്ചർ വന്ന് തുറന്നു. അയാളുടെ അമ്പരന്ന നോട്ടത്തിനും ചോദ്യത്തിനുമൊന്നും ഉത്തരം പറയാതെ അവൾ കയറിപ്പോയി. കാറ് നീങ്ങിക്കഴിഞ്ഞപ്പോൾ തോന്നി അതിൽ കൂടെ ചെന്ന് രതി എന്തു ചെയ്യുന്നു എന്ന് നോക്കുകയാണ് വേണ്ടിയിരുന്നതെന്ന്. വയ്യ. അവിടെ ചെന്ന് കിടക്കുന്നതിലും ഭേദം. ചേട്ടനെയും കൊണ്ട് കാറ് വളവ് തിരിഞ്ഞ് മറഞ്ഞു കഴിഞ്ഞിട്ടും കുറേ നേരം കൂടി ദേവു പൂമുഖത്തും പുറത്തേക്ക് നോക്കി നിന്നു. മേഘം വന്ന് മൂടി നിലാവ് മങ്ങി. അവൾ അകത്ത് കയറി വാതിലടച്ചു. രതി വീണിടത്ത് തന്നെ കിടക്കുകയാണ്. കല്യാണിയമ്മ ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റ് വന്ന് ഒന്നും ചെയ്യാതെ അടുത്ത് നിലത്ത് ഇരിപ്പുണ്ട്. അവൾ ചെന്ന് രതിയെ 2 പേരും കൂടി താങ്ങിപ്പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. അതിനകത്ത് തളം കെട്ടിക്കിടക്കുന്ന ചോരയിൽ അറിയാതെ കാല് തൊട്ടപ്പോൾ ദേഹത്ത് കുളിര് കോരിയിട്ടു. തളത്തിൽ ഒരു കസേരയിൽ തല കുനിച്ചിരിക്കുകയായിരുന്നു മിനി. അവരെ കണ്ടുകൊണ്ട് എഴുന്നേറ്റ് പോയി കുറച്ച് വെള്ളവുമായി വന്നു. അത് കുറേ മുഖത്ത് തളിച്ചു നോക്കി. ഉണരുന്നില്ല. 1/4 മണിക്കൂർ നോക്കിയിരുന്നു, അനക്കമില്ല. വെള്ളം ഓരോരുത്തരുടെ വകയായി തളിച്ച് അവിടെ പ്രളയമായി. ഇനിയും ഈ തണുപ്പത്ത് ഇങ്ങനെ കിടത്തിയാൽ ചേച്ചി അനിച്ചേട്ടനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞയക്കട്ടെ. അയാൾ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഡോക്ടറെ വിളിക്കാനെങ്കിലും പോകാമല്ലോ. വലിയ സമ്മതമൊന്നുമല്ലാത്ത മട്ടിൽ നീട്ടി മൂളി. രാമൻ നായരെ അയാളെ ഉണർത്തേണ്ടി വന്നില്ല. തളത്തിൽ തന്നെയുണ്ട്. കിഴക്കേതിൽ ചെന്ന് അനിച്ചേട്ടനെ വിളിച്ചുകൊണ്ടുവരണം. 5 മിനിറ്റിനകം വരണം. താമസിക്കരുത്. നനഞ്ഞ സാരിയെല്ലാം ഒരുവിധം അഴിച്ചുമാറ്റി രതി അച്ഛൻ്റെ കട്ടിലിൽ പുതപ്പിച്ചു കിടത്തി. വീണപ്പോൾ എവിടെയോ അടിച്ച് തലപൊട്ടിയിരിക്കണം. മുടിയിൽ കുറച്ച് ചോര പുരണ്ടിട്ടുണ്ട്. പൊട്ടിയതാണോ അതോ ചേട്ടൻ്റെ? അനി വന്നു. ഉടനെ ഡോക്ടറെ വിളിക്കാൻ പോവുകയും ചെയ്തു. രാമൻ നായർ എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു കാണും. സമയം പിന്നെയും കഴിഞ്ഞു. രതി അതുപോലെ കിടക്കുകയാണ്. എത്ര നേരമായി? ഒരു ഡോക്ടറെ കിട്ടാൻ ഇത്ര താമസമോ? കുറേ നോക്കിയിരുന്നു മിനി പറഞ്ഞു. അർദ്ധരാത്രിക്ക് ചെന്ന് വിളിച്ചാൽ വരാൻ തയ്യാറുള്ളവർ വേണ്ടേ? അവസാനം വന്നു. ഒരു പരിചയവുമില്ലാത്ത ഒരു താടിക്കാരൻ ഡോക്ടർ. അയാൾ വന്ന് കുറച്ചു നേരം പണിപ്പെട്ടപ്പോൾ രതി കണ്ണു തുറന്നു. ഇതിനാണോ എൻ്റെ ഉറക്കം കളഞ്ഞത് എന്നൊരു മട്ടാണ് അയാൾക്ക്. നടന്നത് മുഴുവൻ അനി അയാളോട് പറഞ്ഞിട്ടില്ല എന്ന് തോന്നി. അയാൾ തലയിൽ പൊട്ടിയ ഇടത്ത് കുറച്ച് മുടി വെട്ടിക്കളഞ്ഞ് മരുന്ന് വെച്ചു. ഒരു ഇഞ്ചക്ഷൻ കൂടി കൊടുത്ത് യാത്രയായി. അപ്പോഴാണ് ഫീസിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അവൾ ഓടിച്ചെന്ന് രൂപ എടുത്ത് അനിയെ ഏൽപ്പിച്ചു. ഹിസ്റ്ററിക്കലാണ്, സാരമില്ല. പോകാൻ നേരത്ത് അയാൾ ഇത്രമാത്രം പറഞ്ഞു. രതി പിന്നെയും അതുപോലെ കിടക്കുകയാണ്. കണ്ണ് തുറന്നിട്ടും ഒന്നും മിണ്ടാതെ. അങ്ങനെ കണ്ടപ്പോൾ പിന്നെയും പേടിയായി. ഇപ്പോഴും തല ചുറ്റുന്നുണ്ടോ അമ്മോ? അവൾ അടുത്തിരുന്ന് ചോദിച്ചു. ഇല്ല. പിന്നെന്താ? ഒന്നുമില്ല. ഇങ്ങനെ വല്ലാണ്ട് കിടക്കണതോ? ഉറക്കം വരുന്നുണ്ടോ? ഉവ്വ്. എന്നാൽ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? അയ്യോ വേണ്ട, കൊച്ചേച്ചി എൻ്റെ അടുത്തിരിക്കണം. എൻ്റെ കൈ പിടിക്കണം. അവൾ ഉറങ്ങുന്നത് വരെ കൈ പിടിച്ചുകൊണ്ട് ദേവു അടുത്തിരുന്നു. ഉറങ്ങിയെന്ന് തീർച്ചയായപ്പോൾ ലൈറ്റ് കെടുത്താതെ പതുക്കെ ഇറങ്ങിപ്പോന്നു. തളത്തിൽ മിനിയും അനിയും ഒന്നും മിണ്ടാതെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നുണ്ട്. ഉറങ്ങിയോ? അനിച്ചേട്ടൻ ചോദിച്ചു. ഉറങ്ങി. ആശുപത്രിയിലെ വർത്തമാനം അറിയാൻ എന്താണ് വഴി? അവൾ തുടർന്നു. ഞാൻ പോകാം. രതി ഇങ്ങനെ ഇരിക്കുന്നു എന്നറിഞ്ഞിട്ട്
പോകാമെന്ന് കരുതി താമസിച്ചതാണ്. ഇപ്പോൾ തന്നെ ഇറങ്ങാം. നേരം വെളുക്കുന്നതിന് മുൻപ് എങ്ങനെ പോകും? എന്തെങ്കിലും വഴിയുണ്ടാക്കാം. അനുച്ചേട്ടൻ പോയി. അവർ രണ്ടുപേരും അവിടെ തന്നെ ഇരുന്നു. കല്യാണിയമ്മ അകത്തുനിന്ന് ഒരു തൊട്ടി ചോരവെള്ളവും തുണിയുമായി ഇറങ്ങി വന്നു. ഭഗവാനെ, എന്തൊക്കെയാണുണ്ടായതെന്ന്? വാതിലകത്തുനിന്ന് കുറ്റിയിട്ടിരുന്നു. രണ്ടാളിലൊരാൾ മേശപ്പുറത്ത് കയറി വടിയിട്ട് തള്ളി തുറന്നതാണ്. ജനലും അടച്ച് കുറ്റിയിട്ടിരുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം? മിനിക്ക് കോടോ പൈരിന് വേണ്ടി അവർ രണ്ടുപേരും അപ്പോൾ താഴത്തിറങ്ങി വന്നില്ലായിരുന്നുവെങ്കിൽ ചേട്ടൻ മനഃപൂർവ്വം ചെയ്തതാണ് ഇതെന്നോ? വൈകുന്നേരം വന്ന് കയറിയപ്പോൾ ചേട്ടൻ്റെ മുഖഭാവം വിമലയും വല്ലാതിരുന്നു. ശരിയാണ്, എല്ലാവരുടെയും കൂടെ ഉമ്മറത്ത് വന്നത് തന്നെയില്ല. ഇരുട്ടത്ത് മിനിയുടെ മുറിയിൽ കുത്തിയിരുന്നു. മിനിക്ക് തലവേദന ഇതിനു മുൻപും വന്നിട്ടുള്ളതാണ്. വിമല കണ്ടിട്ടുമുണ്ട്. അന്നൊന്നും ഇങ്ങനെ അടുത്തിരിക്കുക ഉണ്ടായിട്ടില്ലല്ലോ. ഇന്ന് മാത്രം അങ്ങനെ തോന്നാൻ? ഉച്ചതിരിഞ്ഞ് എപ്പോൾ എത്തി ഇവിടെ വിമല? എന്താണുണ്ടായത് അവർ തമ്മിൽ? ദൈവമേ, രതിയെ മാറ്റിക്കിടത്താൻ പോയപ്പോൾ മുറിക്കകത്ത് രക്തത്തിൽ എന്തോ ഒന്ന് തിളങ്ങുന്നത് കണ്ട് അത് സൂക്ഷിക്കുകയുണ്ടായി. പുത്തൻ റേസർ ബ്ലേഡ്. ചേട്ടൻ മനഃപൂർവ്വം കട്ടിലിൽ നിന്ന് താഴെ ഇറങ്ങിയിരുന്ന് വാതിലും ജനലും അടച്ച് ബ്ലേഡ് കൊണ്ട് കയ്യിലെ ഞരമ്പ് മുറിച്ചു. മനഃപൂർവ്വം. അർദ്ധരാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇത്രയും കണ്ടിട്ട് വിമലയ്ക്ക് വിശേഷിച്ച് പരിഭ്രമമൊന്നും കണ്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വിമലയ്ക്കറിയാമായിരുന്നു എന്നോ? അവിടെ നിന്ന് ആരും വരാത്തതെന്താണ്? അനുച്ചേട്ടനും പോയ വഴിയെ പോയി. ദൈവമേ, തുടങ്ങിയത് മുഴുവനുമായോ? ചേട്ടൻ! കൊച്ചേച്ചി! രതി ഉറക്കെ ഞെട്ടി വിളിച്ചു. അവൾ അകത്തേക്ക് ഓടിച്ചെന്നു. എന്നെ തന്നെയാക്കിയിട്ട് പോയല്ലേ? അവൾ ദേവുവിനെ ബലം മുഴുവനും എടുത്ത് കെട്ടിപ്പിടിച്ചു. ഇല്ല, തങ്കം, ഉറങ്ങിക്കോളൂ. ഒരുവിധം പിടിച്ചു കിടത്തി. മിനി ഒരു വശത്തും അവൾ മറ്റേ വശത്തുമായിട്ടിരുന്നു. രാജലക്ഷ്മിയുടെ നോവൽ തുടരും.